കടൽ കടന്ന് ജോലി തേടിപ്പോയി കബളിപ്പിക്കലിന് ഇടയായി ഗൾഫിൽ കുടുങ്ങിപ്പോയ 2 മലയാളി വനിതകളാണ് സുരേഷ് ഗോപിയുടെ സഹായത്താൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയത്. കൊല്ലം സ്വദേശിനി ലത്തീഫ ബീവി, പത്തനാപുരം സ്വദേശിനി സരസ്വതി എന്നീ വീട്ടമ്മമാരെയാണ് ഇന്ത്യൻ എംബസിയിൽ 2.5 ലക്ഷത്തോളം രൂപ കെട്ടിവെച്ച് സുരേഷ് ഗോപി നാട്ടിലെത്തിച്ചത്. വീട്ടുജോലിക്കായി ഇവരെ കൊണ്ടുപോയ ഏജന്റുമാരും സ്പോൺസർമാരും കൈവിട്ടതോടെയാണ് കയ്യിൽ പണമില്ലാതെ കഴിഞ്ഞ 2 വർഷമായി ഇവർ മസ്കറ്റിൽ കുടുങ്ങിപ്പോയത്. നാട്ടിലേക്കെത്താൻ നിവൃത്തിയില്ലാതായതോടെ ഈ വീട്ടമ്മമാർ ദുരിതത്തിലായി. അങ്ങനെ സുരേഷ് ഗോപിയെ പരിചയമുള്ള ഒരാൾ വഴി നിർധനരായ ഇരുവരും തങ്ങളുടെ ദുരിതം അദ്ദേഹത്തെ അറിയിക്കുകയായിരുന്നു. ഇരുവർക്കുമായി 2.5 ലക്ഷത്തോളം രൂപ കെട്ടിവെച്ചതോടെ ഇവർക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ കഴിഞ്ഞു. ഗർഭാശയ രോഗി കൂടിയായ ലത്തീഫ ബീവി പറയുന്നത് കേൾക്കാം. ആദ്യം ഞാൻ സുരേഷ് ഗോപി സാറിന് നന്ദി പറയുകയാണ്. സുരേഷ് ഗോപി സാറ് കാരണമാണ് ഞാനിന്ന് നാട്ടിലെത്തിയത്. എനിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചു, പക്ഷേ ആരും പൈസ കെട്ടിക്കൊണ്ട് എംബസിയിൽ നിന്ന് നാട്ടിലെത്തിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇപ്പം സുരേഷ് ഗോപി സാറാണ് 2 ലക്ഷം രൂപ എംബസിയിൽ കെട്ടിയിട്ട് എന്നെ നാട്ടിലെത്തിച്ചത്. അതും ഒരാഴ്ച കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്ത് എന്നെ നാട്ടിലെത്തിച്ചത്. അനിൽകുമാർ സാർ മുഖേനയാണ് സുരേഷ് ഗോപി സാറിനെ കൊണ്ട് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ കാരണം. അനിൽകുമാർ സാറാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. സുരേഷ് ഗോപി സാറ് ഇങ്ങനെ എനിക്ക് വേണ്ടി ഇത്രയും ഒരു ഉപകാരം ചെയ്ത് തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും അവിടെ കിടക്കേണ്ടി വന്നേനെ. ഹെൽത്ത് പ്രോബ്ലം കാരണമാണ് എനിക്ക് എംബസിയിൽ എത്തിപ്പെടേണ്ടി വന്നത്. എനിക്ക് എംബസിക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. ഓപ്പറേഷൻ പെട്ടെന്ന് വേണമെന്നൊക്കെ അവരടുത്തും പറഞ്ഞതാണ്. പക്ഷേ ഇത്രയും പൈസ കൊടുക്കാനുള്ളത് കൊണ്ട് അവർ എന്നെ ഇത്രയും നാൾ അവിടെ ഇട്ടിരുന്നു. സുരേഷ് ഗോപി സാർ നേരിട്ട് വിളിച്ച് എംബസിയിൽ പൈസ അടച്ചു എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലെത്തിക്കുകയും ചെയ്തു. സാറ് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന് എൻ്റെ കുടുംബങ്ങൾക്കൊപ്പം വീട്ടിൽ കഴിയുന്നത്. ഇപ്പം എനിക്ക് തീരെ സുഖമില്ല. ഹോസ്പിറ്റലിൽ ഞാനിന്ന് പോയിട്ട് വന്നതാണ്. ഇനി ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഓരോരോ സ്കാനിങ്ങും ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ മുതൽ പോകണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്ന സുരേഷ് ഗോപി സാറിന് എനിക്ക് ഒരുപാട് നന്ദി. ഞാനും എൻ്റെ കുടുംബവും ഇത് ഒരിക്കലും മറക്കത്തില്ല. ഒരുപാട് കടപ്പാട് എനിക്കുണ്ട്. നമസ്കാരം.